ഓം ശാന്തി 18/1/2024 പ്രഭാതമുരളി. പിതാശ്രീയുടെ പുണ്യ സ്മൃതി ദിനത്തിൽ കേൾപ്പിക്കുവാനുള്ള ബാബ്ദാദയുടെ മധുര മഹാവാക്യങ്ങൾ. മധുരമായ കുട്ടികളെ, ബാബയുടെ ഹൃദയത്തിൽ കുട്ടികളെ സദാ സുഖിയാക്കുന്നതിന്റെ ഫസ്റ്റ് ക്ലാസ് ആശയുണ്ട്. ബാബ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടികൾ യോഗ്യരായി സ്വർഗത്തിന്റെ അധികാരി ആകണം. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, ഇപ്പോൾ ഭഗവാൻ നമ്മുടെ സന്മുഖത്തിരുന്ന് നമ്മൾക്ക് ജ്ഞാനഗീതം കേൾപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ജ്ഞാന നൃത്തം ചെയ്യിപ്പിക്കുകയാണ്. ഈ ജ്ഞാന നൃത്തത്തിലൂടെ നിങ്ങൾ ദേവതമാരെ പോലെ സദാ സുഖികളും ഹർഷിതവുമായിരിക്കും. ഭഗവാനെ തന്നെയാണ് പരിധിയില്ലാത്ത പിതാവ് അല്ലെങ്കിൽ വിശ്വരചയിതാവ് എന്ന് പറയുന്നത്. ആത്മാവിനറിയാം, ബാബ നമുക്കായി സ്വർഗം സമാനമായി കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ തന്നെയാണ് രചയിതാവ്. സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നതിനായി രാജയോഗം പഠിപ്പിക്കുന്നു. പറയുന്നുണ്ട്, ബാബയെയും വിശ്വാധികാരത്തെയും ഓർമ്മിക്കൂ എന്ന്. ബാബ പരിധിയില്ലാത്ത അധികാരിയാണ്. അപ്പോൾ തീർച്ചയായും പരിധിയില്ലാത്ത വലിയ ലോകം തന്നെ രചിക്കും. നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ലോകവും വീട് തന്നെയാണ്. അർത്ഥം പാട്ടഭിനയിക്കാനുള്ള സ്ഥാനമാണ്. പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത വിശ്വം അല്ലെങ്കിൽ വീട് രചിക്കുന്നു. അതാണ് സ്വർഗം. അപ്പോൾ അങ്ങനെയുള്ള ബാബയുടെ കുട്ടികൾക്ക് എത്രമാത്രം നന്ദി പറയണം. വിശ്വരചയിതാവ് ബാബ ഡയറക്റ്റ് മനസ്സിലാക്കി തരികയാണ്, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരി ആക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എത്രമാത്രം ഫസ്റ്റ് ക്ലാസ് ആകണം. നിങ്ങളുടെ പെരുമാറ്റം ദേവതകളെ പോലെ ആകണം. ദേവതമാർ പ്രശസ്തമാണ്. പറയാറുണ്ട്, ഇവരുടെ സ്വഭാവം തീർത്തും ദേവതാ സ്വഭാവമാണെന്ന്, തികച്ചും മധുര ശാന്ത സ്വഭാവമാണെന്ന്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ട് ബാബയും സന്തോഷിക്കുന്നു. ബാബ സ്വർഗത്തിന്റെ അധികാരി ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സഹായിയാകണം. സേവനത്തിൽ സ്വയം മുഴുകണം. ഞാൻ ക്ഷീണിച്ചുപോയി, സമയമില്ല എന്നല്ല. സമയമനുസരിച്ച് എല്ലാ ജോലിയും ചെയ്യുന്നതിൽ മംഗളമുണ്ട്. യജ്ഞസേവനത്തിന്റെ ഫലം തരുന്നത് ബാബയാണ്. ബാബ കുട്ടികളുടെ ദൈവിക പെരുമാറ്റം കണ്ട് സ്വയം അർപ്പണമാകുന്നു. കുട്ടികളായ നിങ്ങൾ ഈ പഠിത്തത്തിലൂടെ എത്ര ഉയർന്ന സമ്പാദ്യമാണ് നേടുന്നത്. നിങ്ങൾ കോടിപതി ആകുകയാണ്. ബാബ നിങ്ങളെ എത്രമാത്രം ധനവാനാക്കി മാറ്റുന്നു. ബാബ നിങ്ങളെ അമൂല്യ സമ്പത്തുകൾ കൊണ്ട് ആ രീതിയിൽ തുലാഭാരം നടത്തുന്നു. അതായത് 21 ജന്മത്തേക്ക് ഒപ്പമുണ്ടാകും. അവിടെ ദുഃഖത്തിന്റെ പേര് പോലും ഇല്ല. അകാല മൃത്യു ഒരിക്കലും ഉണ്ടാകില്ല. മരണത്തെ ഒരിക്കലും ഭയക്കില്ല. ഇവിടെ എത്ര ഭയമാണ്. നിലവിളിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ സന്തോഷമാണ്. ഈ പഴയ ശരീരം കളഞ്ഞ് പുതിയ ലോകത്തിൽ രാജകുമാരനാകും. ഈ പഴയ ലോകത്തോടുള്ള മമത്വം വിടൂ. ഈ ദേഹം പോലും മറന്നേക്കൂ. ഞാൻ ആത്മാവ് സ്വതന്ത്രമാണ്. ഒരു ബാബയെ കൂടാതെ മറ്റൊന്നിന്റെയും ഓർമ്മ പോലും വരരുത്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച അവസ്ഥയിലാകണം. ഈ ലോകത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞു. പറയാറുണ്ടല്ലോ, താങ്കൾ മരിക്കുമ്പോൾ ലോകവും മരിച്ചു എന്ന്. ദേഹാഭിമാനത്തെ മാറ്റൂ. ഏകാന്തതയിലിരുന്ന് ഈ അഭ്യാസം ചെയ്യൂ. ബാബ, ഞാനിപ്പോൾ ബാബയുടെ മടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞു. ഒന്നിന്റെ മാത്രം ഓർമ്മയിൽ ദേഹത്തിന്റെ അന്ത്യമാകുക. ഇതിനെയാണ് പറയുന്നത് ഏകാന്തത എന്ന്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കറിയാം ഇത്രയും ഉയർന്ന പഠിത്തം ആരാണ് പഠിപ്പിക്കുന്നതെന്ന്. ഈ ചൈതന്യ ഡബ്ബയിൽ ചൈതന്യ രത്നമിരിക്കുന്നു. ഇത് തന്നെയാണ് സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ.
സത്യമായ ബാബ നിങ്ങൾക്ക് സത്യമായ ശ്രീമത്ത് തരുന്നു. ബാബയുടേതായി മാറിയെങ്കിൽ ഓരോ ചുവടും ശ്രീമതമനുസരിച്ചു നടക്കണം. നിശബ്ദമായിരിക്കണം, പഠിക്കണം, ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. ഇടയ്ക്കിടെ ഈ ബാഡ്ജ് നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ബാബയെയും സമ്പത്തിനെയും ഓർമ്മ വരും. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മുഴുവൻ വിശ്വത്തിനും ശാന്തിയുടെ ദാനം കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും തന്റെ പ്രജയുണ്ടാക്കണം, അവകാശിയും ഉണ്ടാക്കണം. മുരളി ഒന്നുപോലും മിസ് ചെയ്യരുത്. ബാബ വളരെ സ്നേഹപൂർവം പറഞ്ഞു തരികയാണ്, മധുരമായ കുട്ടികളെ, തന്റെ മേൽ ദയ കാണിക്കൂ, ഒരവജ്ഞയും കാണിക്കരുത്. ആരാണോ സുഗന്ധ പുഷ്പം അവർ ആകർഷിക്കുന്നു. ആരെങ്ങനെയാണോ അങ്ങനെയുള്ള സെർച്ച് ലൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. സുഗന്ധമുള്ള ഗുണവാൻ കുട്ടികളെ കണ്ട് സന്തോഷത്താൽ സ്നേഹത്താൽ കണ്ണുകൾ നിറയുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ബാബ സെർച്ച് ലൈറ്റ് കൊടുക്കുന്നു. ബാബ പറഞ്ഞു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ പഴയ ലോകത്തിൽ ഒരാശയും വെക്കരുത്. ഇപ്പോൾ ഒരേ ഒരു ശ്രേഷ്ഠ ആശ വയ്ക്കൂ, നമുക്ക് സുഖധാമത്തിലേക്ക് പോകണം എന്ന്. മറ്റൊരിടത്തും തങ്ങരുത്, മറ്റൊന്നും നോക്കരുത്, മുന്നോട്ട് തന്നെ പോകണം. ഒരു വശത്തേക്ക് തന്നെ നോക്കൂ, അപ്പോഴേ അചഞ്ചലവും ഇളകാത്തതുമായ സ്ഥിര അവസ്ഥ ഉണ്ടാകൂ. ഇപ്പോൾ ഈ ലോകം ഇല്ലാതാകുക തന്നെ വേണം. ഇതിന്റെ അവസ്ഥ വളരെ സീരിയസ് ആണ്. ഈ സമയം ഏറ്റവും അധികം ക്ഷോഭം പ്രകൃതിക്ക് വരുന്നു. അതിനാൽ എല്ലാം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, പ്രകൃതി തീവ്രമായി ക്ഷോഭിക്കുന്നു. മുഴുവൻ പഴയ ലോകത്തെയും മുക്കിക്കളയും. ഭൂമികുലുക്കത്തിൽ കെട്ടിടങ്ങൾ മുതലായവ നിലം പതിക്കും. അനേക തരത്തിൽ മരണമുണ്ടാകും. ഇതെല്ലാം ഡ്രാമയിൽ പ്ലാൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആരുടെയും കുറ്റമില്ല. വിനാശം സംഭവിക്കുക തന്നെ വേണം. അതിനാൽ നിങ്ങൾ ഇതിൽ നിന്ന് ബുദ്ധിയോഗം വിടണം. നിങ്ങളാണെങ്കിൽ എല്ലാം ഇൻഷുർ ചെയ്തിരിക്കുന്നു. ഇതിനാൽ ഒരു തരത്തിലുമുള്ള ചിന്തയുമില്ല. നിങ്ങളെല്ലാം സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും, ആഹാ സദ്ഗുരു, ആഹാ, അങ്ങാണ് നമുക്ക് ഈ വഴി പറഞ്ഞു തരുന്നത്. ആഹാ ഭാഗ്യം, ആഹാ, ആഹാ ഡ്രാമ, ആഹാ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുയരുന്നു, നന്ദി ബാബ അങ്ങേക്ക്. ഞങ്ങളുടെ 2 പിടി അവിൽ വാങ്ങി നമുക്ക് സുരക്ഷിതമായി ഭാവിയിൽ 100 മടങ്ങ് പകരം തരുന്നു. എന്നാൽ ഇതിലും കുട്ടികളുടെ വളരെ വിശാല ബുദ്ധി ആവശ്യമാണ്. കുട്ടികൾക്ക് അളവറ്റ ജ്ഞാനധനത്തിന്റെ സമ്പത്ത് കിട്ടുന്നു. അപ്പോൾ അപാര സന്തോഷം വേണമല്ലോ. എത്രത്തോളം ഹൃദയം ശുദ്ധമാണോ അത്രത്തോളം മറ്റുള്ളവരുടെയും ശുദ്ധമാക്കും. യോഗത്തിന്റെ സ്ഥിതിയിലൂടെയാണ് ഹൃദയം ശുദ്ധമാകുന്നത്. കുട്ടികൾക്ക് യോഗി ആകുന്നതിനും ആക്കുന്നതിനും താൽപര്യം വേണം. ദേഹത്തോട് മോഹമുണ്ടെങ്കിൽ, ദേഹാഭിമാനമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ അവസ്ഥ വളരെ ദുർബലമാണ് എന്ന്. ദേഹി അഭിമാനി കുട്ടികളാണ് സത്യമായ രത്നമായി മാറുന്നത്. ഇതിനാൽ എത്ര സാധിക്കുന്നുവോ ദേഹി അഭിമാനി ആകുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബ എന്ന വാക്ക് ഏറ്റവും മധുരമാണ്. ബാബ സ്നേഹപൂർവം കുട്ടികളെ കണ്ണുകളിലിരുത്തി ഒപ്പം കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ബാബയുടെ ഓർമ്മയുടെ ലഹരിയിൽ തവിട് പൊടിയാകണം. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് സന്തോഷത്താൽ നുര പൊങ്ങി വരണം. ഏതുപോലെ ബാബ അപകാരികൾക്കും ഉപകാരം ചെയ്യുന്നു, നിങ്ങളും ഫോളോ ഫാദർ ചെയ്യൂ. സുഖദായിയാകൂ. ബാബയുടെ ഹൃദയത്തിനുള്ളിൽ കുട്ടികളെ സദാ സുഖികളാക്കി മാറ്റുന്നതിന് വളരെ ഫസ്റ്റ് ക്ലാസ് ആശയാണുള്ളത്. കുട്ടികളെ യോഗ്യരാക്കി സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നതിന്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഡ്രാമയുടെ രഹസ്യവും അറിയുന്നു.
ബാബ നിങ്ങൾക്ക് നിരാകാരി, ആകാരി, സാകാരി ലോകത്തിന്റെ എല്ലാ രഹസ്യവും കേൾപ്പിച്ചു തരുന്നു. ആത്മാവ് പറയുന്നു, ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുകയാണ് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി. നമ്മൾ തീർച്ചയായും സ്വർഗത്തിലെത്താനുള്ള യോഗ്യത നേടും. തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യും. ശരി, ബാബ മധുരമായ കുട്ടികൾക്ക് പറഞ്ഞു തരികയാണ്, ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. അപ്പോൾ കുട്ടികളും എല്ലാവർക്കും സുഖം കൊടുക്കണം. ബാബയുടെ വലം കൈ ആകണം. ഇങ്ങനെയുള്ള കുട്ടികളാണ് ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ. ശുഭകാര്യങ്ങളിൽ വലം കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാബ പറയുകയാണ്, ഓരോ കാര്യത്തിലും ധർമ്മിഷ്ഠനാകൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ അന്തിമ മനം പോലെ ഗതിയായി തീരും. ഈ പഴയ ലോകത്തോട് മമത്വം വിടൂ. ഇതാണെങ്കിൽ ശ്മശാനമാണ്. ജോലിക്കാര്യത്തിന്റെയും കുട്ടികളുടെയും ചിന്തനത്തിൽ മരിച്ചാൽ വെറുതെ തന്റെ നഷ്ടമുണ്ടാകും. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നിറവുണ്ടാകും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. ദേഹി അഭിമാനി ആകുന്നതിലൂടെ നേട്ടമുണ്ടാകും. ധനത്തോടും കൂടുതൽ ആർത്തി വെക്കരുത്. തന്റെ വിഷമത്തിൽ ശിവബാബയെ പോലും മറന്നുപോകുന്നു. ബാബ നോക്കുന്നുണ്ട്, എല്ലാം ബാബയിൽ അർപ്പണം ചെയ്തിട്ട് ശ്രീമത്തിലൂടെ എത്രത്തോളം നടക്കുന്നുവെന്ന്. തുടക്കത്തിൽ ബാബയും ട്രസ്റ്റിയായി കാട്ടിത്തന്നുവല്ലോ. എല്ലാം ഈശ്വരാർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി മാറി. ഈശ്വരന്റെ കാര്യത്തിൽ ഉപയോഗിച്ചു. വിഘ്നങ്ങളിൽ ഒരിക്കലും ഭയക്കരുത്. എത്ര സാധിക്കുമോ അത്രയും സേവനത്തിൽ തന്നെ എല്ലാം സഫലമാക്കൂ. ഈശ്വരാർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി മാറണം. ശരി, മധുരമധുരമായ വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. അവ്യക്ത മഹാവാക്യം റിവൈസ് 15/4/1974. എല്ലാവരും ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സദാ സ്നേഹത്തിൽ മഗ്നമായിരിക്കുക, വിഘ്ന വിനാശകരായിരിക്കുക. ഈ 2 അടയാളങ്ങളും അനുഭവത്തിൽ വരുന്നുണ്ടോ? വിഘ്ന വിനാശകനാകുന്നതിനു പകരം വിഘ്നങ്ങളെ കണ്ട് തന്റെ സ്ഥിതി താഴേക്ക് വരുന്നില്ലല്ലോ. വിവിധ തരത്തിൽ വന്നിട്ടുള്ള കൊടുങ്കാറ്റുകൾ ബുദ്ധിയിൽ കൊടുങ്കാറ്റ് ഉത്പന്നമാക്കിയില്ലല്ലോ. ഏതുപോലെ ആരിൽ നിന്നെങ്കിലും സമ്മാനം കിട്ടുമ്പോൾ ബുദ്ധി ചഞ്ചലമാകുന്നില്ല, പകരം സന്തോഷമാകുന്നു. അതുപോലെ കൊടുങ്കാറ്റ് വരുമ്പോൾ ഉല്ലാസം വർദ്ധിക്കുന്നുവോ അതോ ചഞ്ചലതയാണോ വർദ്ധിക്കുന്നത്? കൊടുങ്കാറ്റിനെ കൊടുങ്കാറ്റെന്ന് മനസ്സിലാക്കിയാൽ വിഷമിച്ചു പോകും. സമ്മാനമെന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അനുഭവം ചെയ്താൽ ഉല്ലാസവും ധൈര്യവും ഏറെ വർദ്ധിക്കും. ഇതാണ് ഉയരുന്ന കലയുടെ അടയാളം. ഭയക്കുന്നതിനു പകരം ആഴങ്ങളിൽ പോയി അനുഭവത്തിന്റെ പുതിയ പുതിയ രത്നങ്ങൾ ഈ പരീക്ഷകളുടെ സാഗരത്തിൽ നിന്ന് പ്രാപ്തമാക്കുക. കാരണം ഈ ചഞ്ചലതകൾക്കുള്ളിൽ രത്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉപരിതലങ്ങളിൽ, അതായത് ബാഹ്യമുഖതയുടെ ദൃഷ്ടിയോടെ ബുദ്ധിയോടെ വീക്ഷിക്കുമ്പോൾ ചഞ്ചലത കാണുന്നു അല്ലെങ്കിൽ അനുഭവപ്പെടുന്നു. എന്നാൽ വന്ന കാര്യങ്ങളെ അന്തർമുഖതയുടെ ദൃഷ്ടിയോടെ ബുദ്ധിയോടെ കാണുമ്പോൾ വിവിധ തരം ജ്ഞാനരത്നങ്ങൾ, അർത്ഥം പോയിന്റ്സ്, പ്രാപ്തമാകും. എന്നാൽ എന്തെങ്കിലും കാര്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ ആശ്ചര്യം അനുഭവപ്പെട്ടുവെങ്കിൽ ഇതും അന്തിമസ്ഥിതിയല്ല. ഇങ്ങനെ സംഭവിക്കരുതല്ലോ. ഡ്രാമയിൽ സംഭവിക്കുന്നതിൽ ഇത്തരം സങ്കല്പങ്ങൾ ഉൽപ്പന്നമാകുകയാണെങ്കിൽ ഇതിനെയും അംശരൂപത്തിൽ ഇളക്കം എന്ന് പറയും. ഇപ്പോഴും എന്ത്, എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുകയാണെങ്കിൽ അതിനർത്ഥം ചഞ്ചലത എന്നാണ്. വിഘ്നങ്ങൾ വരുന്നത് എത്രമാത്രം ആവശ്യമാണോ
അത്രയും വിഘ്നവിനാശക സ്ഥിതിയും ആവശ്യമാണ്. ഇതാണ് ഹർഷിതമായിരിക്കുന്നതിനുള്ള വഴി. ഒന്നും പുതിയതല്ല. ഇതാണ് അന്തിമസ്ഥിതി. ഇനി ആരെങ്കിലും ചഞ്ചലപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് അഭിനയിക്കുകയാണെങ്കിൽ ശരി, പുറമേ ചഞ്ചലത കാണപ്പെടുമായിരിക്കും. അർത്ഥം കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലതയിൽ വരുമായിരിക്കാം. എന്നാൽ സ്ഥിതി ഒന്നും പുതിയതല്ല എന്നായിരിക്കണം. ഏകാഗ്രം, ഏകരസം, ഏകാന്തം. അർത്ഥം ഒരേ ഒരു രചയിതാവിന്റെയും രചനയുടെയും അവസാനം വരെ അറിയുന്നവർ. ത്രികാലദർശി സ്ഥിതിയിൽ സഹജമായിരുന്ന് ശാന്തിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നുവോ, അതോ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത ആന്തരീയ സ്ഥിതിയെ കുലുക്കുന്നുണ്ടോ? ഏതുപോലെ സ്ഥൂലസാഗരം 2 രൂപങ്ങളും കാണിക്കുന്നുണ്ട്, അതുപോലെ മാസ്റ്റർ ജ്ഞാനസാഗരത്തിന് ഇങ്ങനെ രൂപം കാണിക്കാൻ കഴിയില്ലേ? ഈ പ്രകൃതി പുരുഷനെ, അതായത് ആത്മാവിനെ കോപ്പി ചെയ്തിരിക്കുകയാണ്. താങ്കളാണെങ്കിൽ പുരുഷോത്തമനല്ലേ? പ്രകൃതിക്ക് തന്റെ യോഗ്യത കാണിക്കാൻ പറ്റുമെങ്കിൽ പുരുഷോത്തമനായ താങ്കൾക്ക് കഴിയില്ലേ? ഇപ്പോൾ സമയം അതിയിലേക്ക് കടന്നിരിക്കുകയാണ്. നാനാഭാഗത്തും അതി പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അന്തിമത്തിന്റെ അടയാളമാണ് അതി. ഇപ്പോൾ പ്രകൃതി സമാപ്തിയിലേക്ക്, അതിയിലേക്ക് പോകുന്നു. അതുപോലെ സമ്പന്നമാകുന്ന ആത്മാക്കൾക്ക് മുന്നിൽ പരീക്ഷകളും വിഘ്നങ്ങളും അതിയുടെ രൂപത്തിൽ വരും. ഇതിനാൽ ആശ്ചര്യം തോന്നരുത്. നേരത്തെ ഇതില്ലായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് എന്ന്. ഈ ആശ്ചര്യം വേണ്ട. ഫൈനൽ പേപ്പറിൽ ആശ്ചര്യജനകമായ കാര്യങ്ങൾ ചോദ്യരൂപത്തിൽ വരും. അപ്പോഴേ പാസ്സാകുകയോ തോറ്റുപോകുകയോ ചെയ്യൂ. ബുദ്ധിയിൽ ചോദ്യം ഉൽപ്പന്നമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരും. ഇതുതന്നെയാണ് ചോദ്യ പേപ്പർ, അതും സെക്കൻഡിന്റെ പേപ്പർ. എന്ത് എന്ന സങ്കല്പം ചന്ദ്രവംശിയുടെ ക്യൂവിൽ നിർത്തും. ഇതിനാൽ ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിന്റെ അഭ്യാസം നിരന്തരം വേണം. പ്രശ്നങ്ങളുടെ സീറ്റ് സംരക്ഷിക്കുന്നതിന് പോകരുത്. പകരം സീറ്റിലിരുന്ന് പ്രശ്നങ്ങളെ നേരിടൂ. ഇപ്പോൾ വരെയും പ്രശ്നങ്ങൾ സീറ്റ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഘ്നങ്ങൾ വരുന്നു, അപ്പോൾ വിശേഷിച്ച് യോഗം ചെയ്യുന്നു, ഭട്ടിവെക്കുന്നു. ഇതിൽ നിന്ന് തെളിയുന്നത് ശത്രുവാണ് ആയുധങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, എന്നാൽ സ്വതവേ സദാസ്മൃതി നിലനിൽക്കുന്നില്ല എന്നാണ്. നിരന്തര യോഗിയാണോ അതോ അന്തരമുള്ള യോഗിയാണോ? ടൈറ്റിൽ നിരന്തര യോഗി എന്നാണല്ലോ. ശത്രു വരിക പോലും അരുത്, പ്രശ്നങ്ങളെ നേരിടുക പോലും വേണ്ട എന്നാണോ? ശൂലത്തെ മുള്ളാക്കുക, ഇതും അന്തിമസ്ഥിതിയല്ല. ശൂലത്തെ മുള്ളാക്കുന്നതിന് പകരം അതിനെ ദൂരെ വെച്ച് തന്നെ ഭസ്മമാക്കുക. മുള്ളു തറച്ചു പിന്നെ വലിച്ചെടുത്തു, ഇതും ഫൈനൽ സ്ഥിതിയല്ല. മുള്ളിനെ തന്റെ സമ്പൂർണ്ണ സ്ഥിതിയിലൂടെ സമാപ്തമാക്കുക, ഇതാണ് ഫൈനൽ സ്ഥിതി. ഈ ലക്ഷ്യം വെച്ച് തന്റെ സ്ഥിതി ഉയരുന്ന കലയുടെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടേ പോകൂ. വലിയ കാര്യത്തെ ചെറിയതായി അനുഭവം ചെയ്യുക. ഈ സ്ഥിതി വരെ നമ്പർ വാറായി യഥാശക്തി എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി എത്തിച്ചേരേണ്ടത് വംശവും അംശവും വരെയും ഇല്ലാതാകുന്ന സ്ഥിതി വരെയാണ്. താങ്കൾ എല്ലാവരും ധൈര്യശാലിയും ഉല്ലാസമുള്ളവരും സർവരുടെയും സഹയോഗിയുമായി സദാ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കലിയുഗി ലോകം സമാപ്തമാക്കുന്നതിനായി അല്ലെങ്കിൽ പരിവർത്തനപ്പെടുത്തുന്നതിനായി, മായയോട് വിട പറയുന്നതിനായി സംഘടന, അർത്ഥം വലയം ഇട്ടിരിക്കുകയാണല്ലോ. ദൃഢവലയമാണോ അതോ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അയഞ്ഞു പോകുന്നുണ്ടോ? ക്ഷീണിക്കുന്നുണ്ടോ? അതുമില്ലെങ്കിൽ നടന്ന് നടന്ന് നിന്നു പോകുന്നുണ്ടോ? മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന രീതിയിൽ നിൽക്കുന്ന രീതി ഉറപ്പിക്കുന്നില്ലല്ലോ. സമയം തള്ളുമ്പോൾ നടക്കാം എന്ന് കരുതി അവിടെയും ഇവിടെയും നിന്നു പോകുന്നില്ലല്ലോ.
ഏതെങ്കിലും തരത്തിലുള്ള ആശ്രയം പ്രതീക്ഷിച്ച് നിന്നു പോകുന്നില്ലല്ലോ. അത്തരം സ്ഥിതിയുള്ളവരെ എന്തു പറയും? ഇതിനെ അംഗദന്റെ സ്ഥിതിയെന്ന് പറയുമോ? അങ്ങനെ നിന്നു പോകുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റിൽ വരുന്നവർ ഫാസ്റ്റായി പോകും. ഏതുപോലെ മലമുകൾ മഞ്ഞ് വീഴുമ്പോൾ വഴി തടസ്സപ്പെടുന്നു. പിന്നെ ആ മഞ്ഞ് മാറ്റുന്നതിനായി പ്രയത്നിക്കുന്നു. ഇവിടെയും മഞ്ഞ് പോലെ ഉറഞ്ഞു പോകുകയാണെങ്കിൽ ഇതിനർത്ഥം യോഗാഗ്നിയുടെ കുറവാണെന്നാണ്. യോഗാഗ്നി തീവ്രമാക്കൂ, അപ്പോൾ വഴി ക്ലിയറാകും. കൈവശമുള്ള ധൈര്യത്തിന്റെയും ഉത്സാഹത്തിന്റെയും പോയിന്റ്സ് ബുദ്ധിയിൽ കറക്കൂ, അപ്പോൾ വഴി ക്ലിയറാകും. പുരുഷാർത്ഥത്തിന്റെ വേഗതയിൽ അംഗതനാകൂ, മായയോട് തോൽക്കുന്നതിൽ അംഗതനാകരുത്. പകരം വിജയിക്കുന്നതിന് അംഗതനാകൂ. ശരി, ഉയർന്നതിലും ഉയർന്ന ബാബയുടെ പാലന എടുക്കുന്ന, വിശ്വപാലന ചെയ്യുന്ന വിഷ്ണുകുലത്തിലെ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുന്ന പുരുഷോത്തമ ആത്മാക്കൾക്ക്, വിശ്വത്തിനു മുന്നിൽ സാക്ഷാത് മൂർത്തിയായി പ്രസിദ്ധമാകാൻ പോകുന്ന ആത്മാക്കൾക്ക്, യോഗീതു ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. വരദാനം: സേവനത്തിലിരുന്നും സമ്പൂർണതയുടെ സമീപത അനുഭവം ചെയ്യുന്ന ബ്രഹ്മബാബയ്ക്ക് സമാനം എക്സാമ്പിൾ ഭവ. ഏതുപോലെ ബ്രഹ്മബാബ സേവനത്തിലിരുന്നും വാർത്തകൾ കേട്ടും ഏകാന്തവാസിയായി മാറുമായിരുന്നു. 1 മണിക്കൂർ വാർത്ത 5 മിനിറ്റിൽ മനസ്സിലാക്കി കുട്ടികളെ സന്തുഷ്ടരാക്കി തന്റെ അന്തർമുഖി ഏകാന്തവാസ സ്ഥിതിയുടെ അനുഭവം ചെയ്യിച്ചിരുന്നു. ഇതേപോലെ ബാബയെ ഫോളോ ചെയ്യൂ. ബ്രഹ്മബാബ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞാൻ തിരക്കിലാണ് എന്ന്. എന്നാൽ കുട്ടികൾക്ക് മുന്നിൽ ഉദാഹരണവുമാണ്. ഇപ്പോൾ സമയമനുസരിച്ച് ഈ അഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്. ഹൃദയത്തിലെ സ്നേഹമുണ്ടെങ്കിൽ സമയം വന്നു ചേരും, അനേകർക്ക് ഉദാഹരണമായി മാറും. സ്ലോഗൻ: ഓരോ കർമ്മത്തിലും കർമ്മത്തിന്റെയും യോഗത്തിന്റെയും അനുഭവം ഉണ്ടാകുന്നത് തന്നെയാണ് കർമ്മയോഗം. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫെരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സദാ ഈ ലക്ഷ്യം ഓർമ്മിക്കണം, എനിക്ക് ബാബയ്ക്ക് സമാനമായി മാറണം. അപ്പോൾ ഏതുപോലെ ബാബ ലൈറ്റ് ആണോ അതേപോലെ ഡബിൾ ലൈറ്റ് ആകൂ. മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ ദുർബലമാകും. അതിനാൽ ബാബയെ കാണൂ, ബാബയെ ഫോളോ ചെയ്യൂ. ഉയരുന്ന കലയുടെ ശ്രേഷ്ഠ മാർഗം ഒരു വാക്കാണ്, എല്ലാം നിന്റേത് എന്നത്. എന്റേത് എന്ന വാക്ക് മാറ്റി നിന്റേത് എന്നാക്കൂ. നിന്റേതാണ് എന്നാകുമ്പോൾ ആത്മാവ് ലൈറ്റാണ്. എല്ലാം നിന്റേതാണ്, അപ്പോൾ ലൈറ്റ്, അതായത് ഭാരരഹിതർ ആകും. ഓം ശാന്തി.